ഹജ്ജിന്റെ പുണ്യം തേടി സമർപ്പിക്കുന്നത് അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ്, പ്രസന്റഡ് ബൈ ഡൈൻ വെൽ ഫീൽ വെൽ, ഗ്രീൻലാൻഡ് റെസ്റ്റോറന്റ്, ഷർഫിയ, ജിദ്ദ, പവർഡ് ബൈ അൽ ഹസ്നി കമ്പനി ഫോർ ബേക്കറി എക്യുപ്മെന്റ് ആൻഡ് പാക്കേജിംഗ് സൊല്യൂഷൻസ്, ജിദ്ദ. ഹജ്ജിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി ഹജ്ജ് തീർത്ഥാടകരുടെ പ്രവാഹം. ഇന്ന് ഉച്ചമുതൽ വൈകുന്നേരം വരെ തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. മിനായിൽ നിന്നും ഇന്നലെ രാത്രി ആരംഭിച്ച അറഫയിലേക്കുള്ള തീർത്ഥാടക പ്രവാഹം തുടരുകയാണ്. ഇന്ന് ഉച്ച മുതൽ വിശാലമായ അറഫ മൈതാനത്ത് ഒരുമിച്ച് കൂടുക എന്നതാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മം. മെട്രോയിലും ബസ്സുകളിലും നടന്നുമായി തീർത്ഥാടക ലക്ഷങ്ങൾ അറഫയിലേക്ക് നീങ്ങുന്നു. ട്രെയിൻ സ്റ്റേഷനുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ സേവനത്തിനായി ഹജ്ജ് മിഷൻ പ്രതിനിധികൾക്ക് പുറമെ മക്കയിലും ജിദ്ദയിലുമുള്ള മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് സന്നദ്ധ സേവകർ രംഗത്തുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം തീർത്ഥാടകരും നേരത്തെ തന്നെ അറഫയിലെ തമ്പുകളിൽ എത്തിച്ചേർന്നു. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകരിൽ 65,000-ഓളം പേർ മെട്രോ വഴിയും 35,000-ഓളം പേർ ബസ് മാർഗവുമാണ് അറഫയിലെത്തിയത്. കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളും കുറ്റങ്ങളും പാകപ്പിഴവുകളും കണ്ണീരുകൊണ്ട് കഴുകിക്കളയുന്നു എന്നതാണ് അറഫയിലെ സമാപന പ്രാർത്ഥന. ആ സമാപന പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിശ്വാസികളെല്ലാം ഇപ്പോൾ കാത്തിരിക്കുകയാണ്. അറഫയിൽ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ സേവനത്തിനായി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി ഇന്ത്യൻ ഹജ്ജ് മിഷൻ അറിയിച്ചു. അറഫയിലെ ജബലുർ റഹ്മ മലയും പരിസര പ്രദേശങ്ങളും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു. ഉച്ചയ്ക്ക് നമിറ പള്ളിയിൽ നടക്കുന്ന നിസ്കാരത്തിലും ഖുതുബയിലും തീർത്ഥാടകർ പങ്കെടുക്കും. ഇത്തവണ നിസ്കാരത്തിനും ഖുതുബക്കും ഷെയ്ഖ് സാലിഹ് ബിൻ ഹുമൈദ് നേതൃത്വം നൽകുമെന്നാണ് വിവരം. കഴിഞ്ഞ 36 വർഷം ഖുതുബ നിർവഹിച്ചിരുന്ന സൌദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലി ഷെയ്ഖിന് ആരോഗ്യ കാരണങ്ങളാൽ ഇത്തവണ നേതൃത്വം നൽകാൻ സാധിക്കില്ല. ഇന്ന് രാത്രി അറഫയിൽ നിന്നും മുസ്ദലിഫയിലെത്തുന്ന തീർത്ഥാടകർ നാളെ രാവിലെ മീനായിൽ തിരിച്ചെത്തും. നാളെയാണ് മീനായിലെ ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിക്കുന്നത്. മീനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ്.